ക്രോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോ ഒരു ബൈക്ക് വന്നിടിച്ചു. നിങ്ങളെല്ലാരും അത് വിശ്വസിച്ചെങ്കിൽ ഞാനും വിശ്വസിക്കാം. എന്താ വെള്ളം കുടിച്ചേ? ആമ അങ്ങനെ ഒരു മൊഴി കൊടുത്തതുകൊണ്ട് ഇനി കേസൊന്നും ഉണ്ടായിരിക്കില്ല അല്ലേ? അത് പറയാറായിട്ടില്ല. ആമി രഘുവേട്ടനെ രക്ഷിക്കാൻ വേണ്ടിയാണോ അങ്ങനെ ഒരു മൊഴി കൊടുത്തതെന്ന് പോലീസിന് ഡൗട്ടുണ്ട്. ആ, എന്റെ സംശയം അത് തന്നെയാ. അവൾക്ക് രഘുവേട്ടനോടുള്ള കടപ്പാടേ എങ്ങനെയെങ്കിലും തിരിച്ചു കാണിക്കണം. ഇല്ലേ ചേച്ചി, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങള്. ഇത് രഘുവേട്ടൻ എല്ലാരും തെറ്റിദ്ധരിച്ചിരിക്കുക. എല്ലാരും ഒരാളെ സംശയത്തോടെ നോക്കിയാ അയാള് ചെയ്യുന്നതൊക്കെ നമുക്ക് കുറ്റമായിട്ടേ തോന്നൂ. ദേ, ഇനിയെങ്കിലും ചേച്ചി ഒന്ന് മാറി ചിന്തിക്കാൻ ശ്രമിക്കേ. ഞാൻ ശ്രമിക്കുന്നുണ്ട് ജീരു. ഇന്നേ അമ്പലത്തിൽ പോയപ്പോഴുണ്ടായൊരു അനുഭവം രഘുവേട്ടനെ കുറിച്ച് മാറി ചിന്തിക്കണമെന്ന് എന്നെ ഓർമ്മിപ്പിച്ചത്. അതുകൊണ്ട് ആമയുടെ കാര്യത്തില് ഞാൻ രഘുവേട്ടനെ സംശയിക്കില്ല ജീരു. വേറൊരു പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി രഘുവേട്ടൻ എന്നെ മോളും ചതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ജീരു. മോളെ ലച്ചു, ബാ നമുക്ക് ഡ്രസ്സൊക്കെ മാറണ്ടേ? ബാ 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 ബാ, അതവിടെ വെക്ക്. ബാ. CCTV ഫുട്ടേജ് ഞങ്ങൾക്ക് കിട്ടി. രഘു പറഞ്ഞതും ആമി പറഞ്ഞതും സത്യം. ബൈക്ക് ഇടിച്ചിട്ടാണ് ആമിക്ക് അപകടം സംഭവിച്ചത്. സാറേ, ഇത് തന്നെയല്ല ഞാൻ ആദ്യം മുതൽ പറഞ്ഞു. ഒന്നും മിണ്ടാണ്ടിരിക്കുന്ന രഘു. നിന്റെ സ്വഭാവത്തിന് കുറച്ച് ദിവസം നിന്നെ പിടിച്ച് അകത്തിടുക വേണ്ടത്. അതിന് വേറെ കേസൊക്കെ എനിക്ക് കിട്ടും. എന്തായാലും ഒന്ന് ക്ഷമിക്ക്. അവൻ ഈ ഡ്രിങ്ക്സിന്റെ പുറത്ത് ഓരോന്ന് പറയുന്നതല്ലേ. സാറിനെ ഓർത്താ ഞാൻ ഇവനെ പിടിച്ച് അകത്തിടാത്തത്. അല്ലെങ്കിൽ കേസൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം. ആമിയെ ഇടിച്ചിട്ട് പോയ ബൈക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് കിട്ടി. അവനെ ഞങ്ങൾ പിടിച്ചോളാം. ഇപ്പോ രഘുവിന്റെ പേരിൽ ഇനി കേസൊന്നുമില്ലല്ലോ. മദ്യപിച്ച് വാഹനം ഓടിച്ച കേസുണ്ട്. തൽക്കാലം സാറിന്റെ ജാമ്യത്തിൽ ഇവനെ വിടാം. പക്ഷെ പെറ്റിയടക്കണം. പെറ്റിയടയോ? വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ചെന്ന് ചാടി ജീവിതം നശിപ്പിക്കാതെ അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം. അല്ലെങ്കിലേ ജീവിതം വെറുതെ ജയിലിനുള്ളിൽ തീർക്കേണ്ടി വരും. അപ്പോ ശരി, താങ്ക്സ്. ശരി, വാടാ. നാളെയെങ്കിലും യാത്ര പോകാനുള്ള വണ്ടി റെഡിയാവോ സത്യ? അമ്മേ, വണ്ടി റെഡിയാ. എത്ര മണിക്കാ വരേണ്ടതെന്ന് ഇപ്പൊ അറിയിക്കണം. ഇന്ദ്രേട്ടൻ വന്നില്ലേ? അവനകത്തുണ്ട്. ദേ, രാവിലെ നേരത്തെ പോണം. പിന്നെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കയറി തൊഴുതു പ്രാർത്ഥിച്ചിട്ട് വേണം പോവാൻ. തടസ്സങ്ങൾ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതങ്ങ് തീർക്കാമല്ലോ. വണ്ടി ആയിരുന്നല്ലോ തടസ്സം, അത് തീർന്നില്ലേ? ഓ സത്യ, എടാ നീ ഏത് വണ്ടിയാ ബുക്ക് ചെയ്തേ? അത് AB ട്രാവൽസിന്റെ 7 സീറ്റർ. നല്ല വണ്ടിയാ. പിന്നെ നമ്മുടെ പവിത്രനായിരിക്കും ഡ്രൈവർ. അപ്പൊ പിന്നെ കുഴപ്പമില്ലടാ. അല്ല, എത്ര മണിക്കാ വരാൻ പറഞ്ഞേ? അതിന് സമയം പറഞ്ഞില്ല. അമ്മ പറയുന്നത് അത് രാവിലെ പോണോന്നാ. അതിപ്പോ രാവിലെ ഒരു 6 മണിക്ക് പുറപ്പെട്ടാ പോരെ? മോളൊക്കെ എഴുന്നേക്കാൻ വലിയ പാടാ. ദേ, 6 മണി എന്ന് പറഞ്ഞ 6 മണിക്ക് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. എനിക്ക് അത്രയേ ഉള്ളൂ. പിന്നൊരു കാര്യം കൂടി, ഇത് വെറും ഒരു ഉല്ലാസ യാത്രയായിട്ട് പോവരുത്. കുറച്ച് ഭക്തിയൊക്കെ ആവാം. എനിക്ക് ചില പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ കയറി തൊഴാനും ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല. എവിടേക്കാണെന്ന് പറഞ്ഞാൽ മതി. ശരി. അമ്മ ഭക്തിമാർഗം സ്വീകരിക്കാൻ പോവാണെന്ന് തോന്നുന്നല്ലോ. ചില കാര്യങ്ങൾക്ക് ഭക്തി മാത്രമേ പ്രായശ്ചിത്തമായിട്ടുള്ളൂന്ന് അമ്മയ്ക്കറിയാം. ഇന്ദ്രേട്ടാ, രഘുവേട്ടന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ?
അതൊക്കെ സോൾവായി. പിന്നെ മദ്യപിച്ച് വണ്ടി ഓടിച്ചതിന് പിഴ അടയ്ക്കേണ്ടി വരും. രഘു പഞ്ചരത്നത്തിലേക്ക് തിരിച്ചു പോയെന്നാ ദാസങ്ങൾ പറഞ്ഞത്. അപ്പോൾ വണ്ടിയോ?